ഹലോ ഹലോ വസന്ത, ഞാൻ കേടി ആയിരുന്നു. ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു മറ്റേ ആർമിന്ന്. പറഞ്ഞു കേടി പറഞ്ഞു. സാർ, അപ്പൊ ഞങ്ങള് ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മിനിയാന്ന് ജോക്കും അതുപോലെ നമ്മുടെ കെവിയിലെ ജോണി മാമനും കൂടെ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വാക്സിൻ തരാനായിരുന്നു. നിങ്ങൾ അവിടെ ഫ്രീ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റിന്റെ കേസ് ഉള്ളൂ. നമ്മൾ 2 യൂണിറ്റ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വാക്സിൻ തന്നിട്ട് ഞങ്ങൾ ലീവ് ചെയ്തോളാം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങോട്ട് വരാം. വാക്സിൻ ആയിട്ട് വരുന്നുണ്ട് ആൾക്കാര് നമ്മളെ കുത്തിവെക്കാൻ. ജോക്കി ഏതോ വാക്സിൻ എന്തായാലും പോയി റിവീൽ ചെയ്തായിരുന്നു ജോക്കി. എന്റെ പൊന്നു വാസു, ഞാൻ ഇന്നലെ സിറ്റി വന്ന സമയത്ത് എന്റെ അടുത്ത് നിന്റെ ഡമ്മി ഒരുത്തനെ സെറ്റാക്കി അവിടെ നിർത്തിയേക്കുന്നു. എന്താ നിന്റെ ഒരു ഡമ്മി ഒരുത്തനെ അവിടെ സെറ്റാക്കി നിർത്തിയേക്കുന്നു. ആര്? അവർ കേക്കേ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇവര് വാക്സിന്റെ സാധനം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡമ്മിയുടെ കൂടെ ഞാൻ വരണമെന്ന്. എനിക്ക് മനസ്സിലായില്ല ജോക്കി എന്താണെന്ന്. എടാ, ഇവിടെ ഒരു ഗാരു ഇല്ലായിരുന്നു. സോങ് ഓഫ് ആക്കാനോ? സോങ് എന്താ എവിടുന്ന് കേൾക്കുന്നു? നിങ്ങക്ക് പാട്ടെല്ലാം കേൾക്കുന്നു? ഓരോന്നിനെ ഉണ്ടാക്കി ഇട്ടോളൂ. ചന്ദ്രു ഇവ എന്നെ വിളിച്ചു കേട്ടോ. ചന്ദ്രു എന്നാ പാട്ടോടെ നിർമ്മിക്കാറാ. അപ്പം ജോക്കി ഇവിടെ നിന്ന് പറഞ്ഞ ഗ്യാങ് ഹൗസ് മൊത്തം കേക്കാം. ഇത് മൈക്കല്ലേ, സ്പീക്കർ എല്ലാം വെളിയിലല്ലേ വെച്ചിരിക്കണേ. എന്തൊരു കഷ്ടമാണ്. ഇതൊരു ഒരു പ്രൈവസി ഉള്ള റൂമില്ലേ നമ്മുടെ ഇവിടെ വാ. വലിയ പ്രൈവസി ഉള്ള സാധനമൊന്നും. ഇത് എന്താണ് ഇത്? നമ്മള് വാസു പ്രത്യേകം വെളിയിലോട്ട് വാ ജോക്കി. ജോക്കി ഇവിടെ നിന്ന് സംസാരിച്ച നമ്മളിപ്പം താഴെ മീറ്റിംഗ് റൂമാ, നേരെ താഴെ അവർക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ കേൾക്കാൻ പറ്റാത്ത കക്കൂസും ഉണ്ടോ? വാ, കൊണ്ടുണ്ട് വാ. എന്തൊരു കഷ്ടവൈശോയോ. ഇവിടെ നേരെ താഴെ അടയ്ക്കോ. ഓ, തെങ്ങേന്ന് വീണ് കേട്ടോ ഞാൻ. ഇല്ല വാ വാ വാ. ജോക്കി പറ ജോക്കി. അതായത് നമ്മുടെ സിറ്റിയിൽ ഒരു ഗാരു വൈറസ് ഇല്ലായിരുന്നു. ഭീമാകാരം എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ചന്തിക്ക് ഈ വൈറസ് കയറിയതിനു ശേഷമാണ് ഗാരു വൈറസ് എന്ന് ഈ വൈറസിന് പേരിട്ടേക്ക്. ഭീമാകാരം എന്ന് പറയുന്ന ഒരു ആള് നമ്മുടെ സിറ്റിയിലുണ്ടായിരുന്നു. പുള്ളിക്ക് പെട്ടെന്ന് പനിയും ജലദോഷവും വന്ന് പുള്ളിക്ക് എന്തോ കടിച്ചെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഗാരു എന്നുള്ളൊരു വൈറസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. ഡോക്ടർ വർഗീസ് ജിയും രാഘവ് ജിയും. വർഗീസ് ജി XMDയുടെ ഹെഡാണ്. ഓക്കെ, അങ്ങനെ സെനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗാരു വൈറസ് എന്നൊരു സാധനം ലോഞ്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ കേടി അറിയാമോ? കേടി ഇത് വലിയൊരു കഥയാണ്, സമയം എടുക്കും, കുറച്ച് പ്രശ്നമുണ്ടോ? ഇല്ല, കേടി അറിയാം. കേടിയുടെ ഒരു പെങ്ങളുണ്ട്, മിയ ഖലീഫ. ചന്ദ്ര കുറച്ച് പ്രൈവസി തരൂ ചന്ദ്ര. മിയ ഖലീഫ എന്ന് പറയുന്ന ഒരു അനിയത്തിയുണ്ട് കേടിക്ക്. മിയ ഖലീഫ നല്ല പേരല്ലേ? മിയ ഖലീഫ. അത് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ എന്തോ ബിൽഡിംഗ് അല്ലേ അത്? അത് ബുർജ് ഖലീഫ, ഇത് മിയ ഖലീഫ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിയ ഖലീഫയ്ക്ക് ഇങ്ങനെ ഒരു വൈറസ് കിട്ടി. ഈ നമ്മളെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭീമാകാരത്തിന് കിട്ടിയ വൈറസ് എങ്ങനെ മിയ ഖലീഫയ്ക്ക് കിട്ടി? അത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. നമ്മൾ അതിലെ കൂടെ ആണെന്ന് ചിന്തിക്കാൻ പോകരുത്. നമ്മൾ അത് മനസ്സിലങ്ങ് ഫലിപ്പിക്കുക. ഏത് ഭീമാകാരന്റെ ബാക്കിൽ വൈറസ്? അതെ, ഏത് മറ്റേതായിട്ട് നമ്മളങ്ങ് ഫലിപ്പിക്കുക. നമ്മൾ അതിനെ കുറിച്ച് ചൂഴ്ന്ന് ചിന്തിക്കാൻ പോരുത്. നമ്മൾ മനസ്സിലങ്ങ് വിചാരിക്കുക ഭീമാകാരത്തിന് വൈറസ് ഉണ്ട്, എന്നാൽ മിയ ഖലീഫയ്ക്കും വൈറസ് ഉണ്ട്. കേടി നമ്മുടെ ഒരു സഹോദര തുല്യം കാണുന്നൊരുത്തനല്ലേ, അവന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ ഭീമാകാരം മിയ ഖലീഫിനെ? അല്ല, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ അതാണ്. അങ്ങനെ ഇരിക്കെ മിയ ഖലീഫയ്ക്ക് എന്തോ മിയ ഖലീഫയുടെ ദേഹത്തോട്ട് എന്തോ ഒരു ഉണ്ട കയറി.
എന്തോ ഒരു ഉണ്ട കയറി. ആ ഉണ്ടയെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഒരു ഉണ്ട കയറി. ജോക്കി ഇത് തുണ്ട് അതായത് അല്ല എടാ മൊത്തം പറയട്ടടാ, ഇതെന്താണിത്? ഒരു ഉണ്ട കയറി. ഉണ്ട കയറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഗാരു വൈറസ് ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ ഈ ഗാരു വൈറസിന്റെ ആന്റിഡോട്ട് ആ ഉണ്ട കയറിയ മിയാ ഖലീഫയുടെ ചന്തിന്ന് കിട്ടി. അങ്ങനെ ഗാരു വൈറസിന്റെ ആന്റിഡോട്ട് ഡോക്ടർ വർഗീസ് ജിയും ഡോക്ടർ രാഘവ് ജിയും ക്രോണോസ് ജിയും കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മൾക്കാണല്ലോ സിറ്റിയിൽ പവർ കൂടുതൽ, KVA TVA. അപ്പൊ KVയുടെ ലീഡറായ കാർലോയും TVയുടെ ലീഡറായ വാസു. അങ്ങനെ ഇരിക്കെ നമുക്ക് കോണ്ടാക്ട് ഇഷ്ടം പോലെ. ഈ ആന്റിഡോട്ട് കണ്ടുപിടിച്ചപ്പോ ഈ ഗാരു വൈറസ് സിറ്റിന്ന് മാറ്റാൻ വേണ്ടിട്ട് ഇവര് നമുക്ക് വൈറസ് തരും. അല്ല വൈറസ് അല്ല, ആന്റിഡോട്ട് തരും ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ. നമ്മൾ രണ്ടും സ്ട്രോങ്സ്റ്റ് ഗ്യാങ്, 2 of the strongest gangs നമ്മളാണല്ലോ. ഇത് കൊണ്ടുപോകാനാണ് ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയണത്. അല്ല എടുത്തെടുത്ത് പറയുന്നതല്ല, നമ്മുടെ ആവശ്യമാണ്. അപ്പം ഈ KK ഇരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസേരടുത്തത് ജെ അടിച്ചാൽ ബസ്സിൽ ഇറക്കി പിടിച്ചാൽ അങ്ങനെ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ മൈക്കൊന്ന് ശരിയായിക്കോ. മുന്നിനകത്ത് കയറണ നിനക്ക് ഇല്ലാത്ത സാധനം പിടിക്കാൻ. ചില്ലറ സൈസ് കേട്ടോ. അപ്പൊ ഷൗട്ട് ഇടുവോ ജോക്കി? ഷൗട്ട് ഷൗട്ട് എങ്ങനെ വെച്ചോ? അതേതായിരുന്നു ബട്ടൺ? നിങ്ങൾക്ക് എന്റെ അകത്ത് മറ്റേ ബാക്ക് സ്പേസിന്റെ ഇപ്പുറത്തെ പ്ലസ്സാ. ഇതിപ്പോ ഞാൻ ഇത് എന്തിരി ചെയ്യും? ചന്ദ്രൻ അത് പറഞ്ഞു വിടറാ. എക്സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ കേക്കാവോ? കേക്കാം. വേണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് താഴെ, റൈറ്റ് സൈഡ് ഏറ്റവും താഴെ ഷൗട്ട് കാണിക്കും. ഷൗട്ട് നോർമൽ. എന്നിട്ട് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? കേക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ ഫോണൊന്ന് മാറ്റി വെക്കുക. വാസു ഇതൊന്ന് സംസാരിച്ചോട്ടെ. വണ്ടി മുതുക്കി കിടക്കും. പിന്നെ എനിക്കൊരു ഫോട്ടോ കിട്ടിയായിരുന്നു. വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചോട്ടെ. ഈ പാതിര കളിയുടെ ഓദർ അണ്ണുവല്ലേ? പാതിര കളിയുടെ എന്താ ഒരു അതിന്റെ ഓദറില്ലേ അണ്ണു? നിനക്ക് എന്താ ചന്ദ്ര, നിനക്ക് എന്താ ഈ പുള്ളി നിനക്ക് ഇറിറ്റേറ്റ് ചെയ്യുമ്പോ നിനക്ക് എന്താ കിട്ടണേ? എടീ അണ്ടി ഇല്ലാത്തവനെ, അണ്ടി ഉള്ളവൻ അണ്ടി ഇല്ലാത്തവനെ കാണുമ്പോൾ ഒരു കുശുമ്പ് വരുന്നില്ലേ? അതാണ് ബേസിക്കലി. എത്ര കുഞ്ഞാല് തുടങ്ങിയതാ പറയുന്നത്. നിനക്ക് ഇല്ലാത്തത് പിടിച്ചതാ ഞാൻ. നീ അവിടെ ഇരിക്കേ. അപ്പം കേക്ക് വളർത്തുവാണോ ഇതിനെയൊക്കെ? ചന്ദ്ര മൈര എണീറ്റ് പോ. ഞാനൊരു കാര്യം പറയാം. അടാ കേക്ക് ഒരു തീരുമാനം എടുത്ത് നമ്മൾ 2 ഗാങ്സും കൂടെ ഇത് സ്പ്രെഡ് അപ്പ് ചെയ്യണം, നിന്റെ ആന്റിഡോട്ട്. അപ്പം വാസു ഉണ്ടോ? വാസു ഇല്ല. കാർലോ ഉണ്ടോ? കാർലോ ഇല്ല. അന്ന് തന്നെ ലോഞ്ചും ചെയ്യണം. എന്നെ കേക്കെ വിളിച്ചിട്ട് മറ്റേ മിസ്റ്റർ എക്സിന്റെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. ഓഫീസിലോട്ട് ചെന്ന് നോക്കിയപ്പോ നിന്റെയും കാർലോടെയും ഓരോ ഡമ്മി ഇരിക്കുന്നു. അതെ ഇതുപോലെ രൂപസാദൃശ്യമൊക്കെ എടുത്തോണ്ടോ വീട്ടില്. എന്നിട്ട് വാസു ഒന്നെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും, അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് ഒന്നും മിണ്ടായിരിക്കും ആരോചകം കോലീഡർ. അല്ല ഇവനെ സസ്പെൻഡ് ചെയ്തേക്കുമല്ലേ? അതെ അതാ പറഞ്ഞ ആരോചകം കോലീഡർ എന്ന്. നമ്മള് ബന്ധമല്ലേ പറഞ്ഞ. എന്നിട്ട് ഇങ്ങനെ 24 ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പോസ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്ക് സംസാരിക്കല്ലടാ പ്ലീസ്. എന്നിട്ട് ഡമ്മി ഇരിക്കുന്നു. വാസു എനിക്ക് സീരിയസ്ലി എനിക്ക് വാസു അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ മാറത്തരാ. ജോക്കി ഇവിടുന്ന് എണ്ണിക്കാൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇനി റീഫ്രഷ് അടിക്കണം. അത് തന്നെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങ് വാ, നീ എവിടെ ഇരി. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് 100 കോണ. നിനക്ക് റെസ്പെക്ട് ഇല്ലടാ ചന്ദ്ര. നിനക്ക് കുറച്ച് അധിക വർത്താനോ അധികം ഇതും ആവുന്നുണ്ടേ.
അണ്ണുണ്ട് ക്ഷമിക്കണം. എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതല്ല, ഞാൻ അണ്ണുവിന്റെ അടുത്തൊരു ഇതുണ്ടല്ലോ, ഒരു അന്ന് തന്നെ ഒരു എടേ ഇങ്ങനെ മാനസിക സംഘർഷത്തിലാക്കല്ലേ നീ. ഇനി അവിടെ ഇരി, കുത്തിരി കുത്തിരി, ഇങ്ങോട്ട് വാ 3 ഇവിടെ കുത്തിരി. ആ മിണ്ടരുത്. ഞാൻ ഈ കഥ പറഞ്ഞു തീരുന്നവരെ മിണ്ടരുത്, ദൈവത്തെ ഓർത്ത്. ഇല്ല വിഷമിപ്പിക്കരുത്, മനസ്സിലായോ? മന്ദാരത്തിന് കേൾക്കണോ? നീയും കുത്തിരി. ആ അങ്ങനെ 2 ഡമ്മികൾ, കാർലോടെ ഡമ്മി, വാസുവിന്റെ ഡമ്മി. ഞാൻ കേക്കെടുത്തൊരു കാര്യം ചോദിച്ചു, ഇത് നിങ്ങൾക്കൊരു കുട്ടിക്കളിയായിട്ട് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. നിന്റെ ഡമ്മി വെച്ചിട്ട് ഒരു ലോഞ്ച് നടത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു നാണക്കേടല്ലേ ഇത്? എന്നെ വിളിച്ച നിന്നെ വിളിച്ചില്ല. നിന്നെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയില്ല. വരാൻ പറ്റിയില്ല. അവർക്ക് അന്ന് തന്നെ ലോഞ്ച് നടത്തണം. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് നിന്റെ അടയാളക്കിരിക്കുന്ന 2 ആൾക്കാര്, നിന്റെ വാസുകൾ കാറിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞ് നിക്കരുത്, കുത്തിരിടിമാ. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇത് പറ്റത്തില്ല. അപ്പൊ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞ് എന്നെ ആര് കാര്യം ചെയ്യാം, KVA മറ്റേ ജോണിമാമനെയും ഇവിടുന്ന് എന്നെ വിളിക്കാൻ. അയാളാണെങ്കി ഒരു ഭൂലോക പേടിത്തൂറി, പറയാതിരിക്കാൻ വയ്യ. ഞാനാണെങ്കി ഞാൻ നമ്മുടെ 4 പിള്ളേരെ വിളിച്ചിട്ട് വാടാന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറി വന്ന് നമ്മൾ സെറ്റാക്കി, നമുക്ക് എല്ലാം സെറ്റാക്കി, ഞാൻ പറഞ്ഞ കണക്ക് എല്ലാം സെറ്റാക്കി. പക്ഷെ ഈ കള്ളക്കിളവനുണ്ടോ വരുന്നില്ല. പുള്ളി എനിക്കൊരു പിക്ക് അയച്ചു തന്നെ കേടി. അതിനകത്താണെങ്കിൽ യമകണ്ഠൻ മിസൈലുകളുമായിട്ട് സെനിത് ഗ്രൂപ്പ് ഇത് തടയാൻ വേണ്ടിട്ടിരിക്കും. ഹലോ സാറേ, ഞങ്ങള് പുറത്തുണ്ടായിരുന്നു, അകത്തോട്ട് കയറട്ടെ? ജോക്കി ഇപ്പൊ പറഞ്ഞ ഡോസേജ് ഇല്ലേ, മിയ ഖലീഫയുടെ ചന്തിക്ക് വെച്ച മരുന്ന്, ആ മരുന്നായിട്ട് വെളിയിൽ വന്ന് നിപ്പുണ്ട് അവര്. ആരാ? കേക്ക്. ഒരു കാര്യം പറയട്ടെ, ഈ ഉണ്ട് കിണ്ടി ഉണ്ടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പുള്ളിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അറിയാം യഥാർത്ഥ അവസ്ഥ. ദൈവത്തെ ഓർത്ത് തലയെ കയറ്റിയൊന്നും വെക്കണ്ട. എടാ ആ ബിൽഡിങ്ങിനകത്ത് ഫസ്റ്റ് ഡോറും ലാസ്റ്റ് ഡോറിനും മാത്രമേ ഉള്ളൂ പൂട്ട്. എന്തോ ഫസ്റ്റ് ഡോറിനും ഗേറ്റിനും മാത്രമേ ഉള്ളൂ പൂട്ട്. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറെ ഫിംഗർ പ്രിന്റ് സാമാനങ്ങളുണ്ട്. അതൊന്നും ആവശ്യമേ ഇല്ല. ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഓഫീസിൽ ചെന്ന് നോക്കുന്ന സമയത്ത് മറ്റേ ചുമന്ന കോണാനും മറ്റേ എന്തുവാ സ്പെല്ലിംഗ് പോലും അറിയാത്ത എന്തോ. നമുക്ക് അത് നോക്കണ്ടല്ലോ, നമുക്ക് ഈ ഷോട്ട് അടിക്കേണ്ടി വരുന്നത്. അതല്ല ഞാൻ പറയുന്നേ, മറ്റേ തലയിൽ കയറ്റി വെക്കണ്ട. പക്ഷെ നമ്മള് പുള്ളിയെ അങ്ങനെ താഴ്ത്തി കാണിക്കുന്നതായിട്ടും വേണ്ട. ജോക്കി സംസാരിക്കാം, ജോക്കി മാനേജ് ചെയ്തോ. ഞാൻ മാനേജ് ചെയ്യാം. ഇന്ത്യ വരുന്നില്ല ഇങ്ങനെ. എനിക്കൊരു സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അവരെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യേണ്ട പറ്റില്ലേ? നീ എന്നാ ഫുള്ള് പോയി ചെക്ക് ചെയ്തിട്ടോ, ഞങ്ങൾ സംസാരിച്ചിരിക്കാം. എടാ ചന്ദ്ര, ഇത് മിസ്റ്റർ എക്സി എന്നുള്ളതല്ലടാ. അല്ലേ കേക്ക് ആരും ഇത് വേറെ മിസ്റ്റർ എക്സിന്റെ കേക്ക് അല്ലേ? അല്ലല്ല, ഇത് വേറെ ആള്. മുടി മാറ്റി വാസു ഒരു പടം വന്നിരിക്കണ ഫ്രണ്ടില്. വിളിച്ചിട്ടോ ഹലോ മിസ്റ്റർ കേക്ക്, ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു? ഐ ആം ഫൈൻ, ഹൗ ആർ യു? പൊന്നു മോനെ, നിന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ഉള്ളൂ. എന്റെ പൊന്ന് കേടി. കേടിയായിരുന്നു, കേടി. ഇപ്പം ആളുടെ സൗഹൃദം ഇമാതിരി ആൾക്കാരായിട്ടാണ്. ഇതെവിടെ പോയി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയണ മിയ ഖലീഫയുടെ ചന്തിക്ക് വെച്ച മരുന്ന് എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്തൊക്കെയോ കാര്യങ്ങൾ ഡീൽ ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടാ. ഇത് ടൈപ്പ് ലാസ്റ്റ് പ്രോപ്പർ പറയുവാണെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നണം. കണ്ടിട്ട് വാ നോക്കാം, എന്താണ് നോക്കാം. ഗ്യാങ് വണ്ടിയെല്ലാം എടുത്തു സേവ് ചെയ്യൂടാ, ഗ്യാങ് വണ്ടിയെല്ലാം എടുത്ത് സേവ് ചെയ്യൂടാ. റേഡിയോയില്ലല്ലേ ഞാൻ. അല്ല, അത് പണ്ടായിരുന്നു, ഇപ്പൊ അതല്ല. എടാ ഈ വെളിയിൽ കിടക്കുന്ന ഗ്യാങ് വണ്ടിയല്ല നമ്മുടെ ഒന്ന് സേവ് ചെയ്തേക്കൂടാ. അത് 2 വർഷം മുന്നേ FK ആരോ ഇല്ല, ആരില്ല.
ഡീമന്റെ അപരനാരെന്നാ വിചാരിച്ചേ ബാക്കി നോക്കിയപ്പോ കണ്ട ഇതാരാ ചത്തിരിക്കണ ടിവിയുടെ മുകളിൽ ഒരാളെ അടിച്ച് ചാരി വെച്ചേക്കുന്നുണ്ടാ ഇങ്ങനെ മറ്റേ ഡെസ്ട്രോയിട്ട് അടിയായി അവ എടുത്തിട്ട് ഇടിച്ചങ്ങ് ചാരി ഇടിച്ചിടാൻ പോലും പറ്റണല്ല. അങ്ങനെ കൊണ്ടുവന്ന നമുക്കൊരു മീറ്റിംഗ് റൂം വെളിയിൽ കുറച്ച് വലുത് വേണം കേട്ടാ. ഇല്ല നമ്മ ഈ റൂം ഇരുന്നാലും പറക്കണം. ആരാണ് അണ്ണാ എനിക്ക് കുത്തിയതാ ഇത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പോസിറ്റീവാ. എനിക്ക് പോസിറ്റീവ് ആണ് ഗാരി വൈറസ്. എടാ അപ്പുകൂട്ടനൊക്കെ എന്താ ഈ ഗാരി വൈറസിന്റെ എഫക്ട് എന്താ? നമുക്ക് അത് പിടിപെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗാരി വൈറസ്? അന്റിയില്ലാത്തവന്മാർക്ക് അത് ബാധിക്കത്തില്ല. സോ ആൾക്കാരൊക്കെ പറഞ്ഞു സാർ ബോയ്സ് എന്ന് വിളിക്കുന്നത് നിങ്ങളാണോ മണ്ടന്മാരെ? മുന്നോട്ടേക്ക് സാർ. ഹലോ പറയൂ സാർ. എന്റെ പേര് രാഘവൻ പിള്ള. രാഘവൻജി മറന്നോ ഒരു ദിവസം കൊണ്ട്? ജോക്കി ഓർമ്മയുണ്ട്. ജോക്കി ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ വൈറസിന്റെ കാര്യങ്ങളെ പറ്റി. ഒരു 2 ദിവസം മുമ്പ് ജോക്കിയും നിങ്ങളെ പിള്ളേരും കൂടി നമുക്ക് ഒരു സഹായം ചെയ്തായിരുന്നു. ഒരു വലിയ സഹായമായിരുന്നു അത്. ബാലൻസ് നിങ്ങളെ അറിയിക്കാനും അതിനുള്ള വാക്സിനേഷനും കൂടി പറയാൻ വേണ്ടി പറഞ്ഞത്. ഇതിലിപ്പോ നിങ്ങൾ 2 പേര്, ഒരു മദാര, ഡ്യൂപ്ലിക്കേറ്റ് കൺഫേം ഫുള്ള് ഇങ്ങനെ കാശായിട്ടുള്ള എന്താ പരിപാടിയാണ്. ഒന്ന് നോക്കിയാണ് അപ്പുക്കുട്ടൻ്റെ നമുക്ക് വാക്സിൻ എടുക്കാനുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആന്റിവൈറസ് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിക്കോഷന്റെ ഭാഗമായിട്ടുള്ള ഡോസ് എടുക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഡോസ് എടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? പണ്ട് കോവിഡ് ഡോസ് എടുത്തതിന് ശേഷം അറ്റാക്ക് ഒക്കെ വരുമെന്ന് ആൾക്കാർ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും വരുമോ? ഇല്ല, അങ്ങനൊന്നും വരില്ല. കാരണം നമ്മൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിപ്പോ എന്തിനാ ടെസ്റ്റ് ചെയ്തത്? പട്ടിലെ പൂച്ചയുടെ മർത്താ? ഒരു മരത്തിൽ വെച്ച് നോക്കി. ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ ഓൾറെഡി? ഇവരൊക്കെ ഓൾറെഡി ആന്റിഡോട്ട് ഒക്കെ എടുത്തിട്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന സാറിനൊക്കെ ഉണ്ടോ ആ ബ്ലൂ കളർ? ആ സാർ, ഈ സാർ അതാണ് തെളിവ്. എഴുന്നേക്കാനൊരു കാലിനൊക്കെ ഒരു തളർച്ച ഓഫീസേഴ്സ് എല്ലാം എടുത്തതാണ്. മിയ ഖലീഫയ്ക്ക് കുറവുണ്ടോ? കുറവുണ്ട്. ഭീമാകാരം ചത്തുപോയല്ലേ? ഇല്ലല്ലോ, ഭീമാകാരം ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റോറിയിൽ ചത്തുപോയായിരുന്നു. അത് കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ മറ്റേ ആഴ്ന്ന് ചൂട് സംഭവം അത് തന്നെ. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തർ ടെസ്റ്റ് ചെയ്യണം നമ്മളെ. അതെ. അപ്പൊ ചന്ദ്രൻ ടെസ്റ്റ് ഓരോരായിട്ട് വന്നാല്. സാർ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? ഇത് മറ്റേ ഇതുപോലെ 1, 2, 3 ഡോസ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഒറ്റ ഡോസേ ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ആന്റിവൈറസിന്റെ ഒരു ഡോസും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിക്കോഷന്റെ ഒരു ഡോസ്. ഡോസ് എടുത്തേ പറ്റുള്ളൂ അല്ലേ? ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാനുള്ള ആന്റിഡോട്ടിന്റെ ഡോസ്, അതില്ലെങ്കിൽ പ്രിക്കോഷന് വേണ്ടിയിട്ടുള്ള ഡോസ് വരാതിരിക്കാൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആദ്യം തന്നെ വാസു എടുത്തോളൂ. ഗ്യാങ്ങിന് ഒരു മുതൽക്കൂട്ടായി ചുണക്കുട്ടനായി എടുക്കടാ അങ്ങോട്ട്. ജോക്കി, ഇത്രയും ഞാൻ ചന്ദ്രൻ അത്രയും വിഷമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച അവനെ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എടുക്കട്ടെ. വാ ചന്ദ്ര, വാ ചന്ദ്ര, വാ ചന്ദ്ര. കണ്ടവരൊക്കെ കണ്ടുപിടിച്ച മരുന്നിന് ചന്തി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. മന്ദാത്തിനുള്ള കൊടു വലിയ വർഷം ഇങ്ങനെയൊക്കെ വയ്യ പൈസ കാണിച്ച സാധനങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ ഇതൊന്നും നമ്മള് എനിക്ക് തോന്നാൻ നമ്മുടെ എനിക്ക് തോന്നാൻ ഞാൻ എന്റെ ഡൗട്ട് പറയാം, എന്റെ ഒരു അസംഷൻ ഞാൻ പറയാം. അതായത് നമ്മള് പെമ്പിള്ളേരെ പുറകെ പോവാതിരിക്കാൻ നമ്മുടെ ഉപേന്ദ്രങ്ങൾക്ക് എന്തോ ആപത്ത്, ഇതെന്തോ ഉപയോഗിക്കാതിരിക്കുള്ള എന്തോ സാധനമാണിത്.
നോട്ട് സൈഡ് എഫക്ട് അത് കേട്ടാ പിന്നെ എപ്പോഴും പിന്നെ അതാണ് ഇത് അപ്പൊ തന്നെ ഇത് ഞാൻ കാര്യം ഉരയ്ക്കാൻ കാർഡ് വേണം നമുക്ക്. വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു അണ്ണനോട് എന്തായാലും എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എടുക്കും അണ്ണ എടുത്ത് ആദ്യം 50 ചന്തി കൊടുത്താരാ അടിക്കണമെന്ന് പറഞ്ഞു. അണ്ണൂനെ കാര്യം എടുക്കാൻ പറഞ്ഞ ജോക്കി ഞങ്ങളുടെയൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ ജോക്കി നമ്മുടെ കുടുംബത്തിൽ ഇത്രയും മൂത്തിട്ട് ജോക്കിയോടെ നിൽക്കുമ്പോൾ ഞങ്ങളിത് കാണിക്കുന്നത് ഒരുമാതിരി ഒരു ഇത് വേറെ ജോക്കി തന്നെ ആദ്യം എടുത്ത് അപ്പുകൂട്ടതാ അവനല്ലേ പോസിറ്റീവ്. എനിക്ക് പോസിറ്റീവ് ഒന്നുമില്ല, ആരും പോസിറ്റീവ് ആയ ആദ്യം 2 ആൾക്കെടുക്കാം. പപ്പുകുട്ടാ എനിക്ക് ഈ സൂചി അങ്ങനെ ഒരാള് പറഞ്ഞേ വേദനയുള്ളടാ ഒന്ന് ചെല്ലടാ അപ്പൊ ഏബല് എങ്ങോട്ട് വാ ഏബലെ ജോക്കിയാണ് അലർജി എനിക്ക് അപ്പാപ്പ ഇവിടെ നിൽക്കുമ്പോ സേഫ്റ്റി നമുക്ക് അപ്പാപ്പനുണ്ട് അപ്പാപ്പനുണ്ട് നമ്മുടെ കൂടെ ഒന്ന് സ്റ്റോപ്പിന്റെ മുകളിൽ കയറി കിടക്കാം. എടുക്കുമ്പോഴേ ചിലപ്പോ മയങ്ങ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പാപ്പ ഒന്ന് കയറി കിടക്കാം. ഒന്ന് സഹകരിക്കാം പാപ്പ, ഒന്ന് സഹകരിക്കാം. ഒന്ന് ചെല്ലേ ശബ്ദമില്ലേ വാ മാത്രം ഇറങ്ങുന്നേ. ഹലോ ഒരു വിട്ടു നൈസായിട്ട് കള്ളൻ. നിങ്ങളെ കൂടുതലൊക്കെ നടന്നു വരാൻ വയ്യ കേട്ടോ, ആർക്കൊക്കെ വെച്ച് വെച്ചൊക്കെ വരണം. ഹലോ 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 മറ്റേ ഗാരു വൈറസിന്റെ വാക്സിൻ ഞങ്ങളെല്ലാരും എടുത്ത് നമ്മളെല്ലാരും എടുത്തു. നിങ്ങളെല്ലാരും എടുത്തു. ഓ അയ്യോ ഞാൻ ഒരു ഇപ്പൊ വരാവേ. അപ്പൊ സമയം പോണേ, ഇത് കുഞ്ഞുകളിക്കൽ അവര് ഡോക്ടർമാർക്ക് പോണം. ഈ വയസ്സാം കാലത്ത് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങള് നോക്കണം. കേട് തന്ത എവിടെ പോയിട്ട് അപ്പാപ്പ ഇങ്ങോട്ടൊന്ന് വാ. ഇങ്ങോട്ട് പോയി കെടു തന്നേ. എടാ ആരിലും ഒരാൾ ധൈര്യം കാണിക്കടാ. എടാ ഒന്ന് അപ്പുകുട്ടാന്ന് വാടാ. അപ്പുകുട്ടാ എന്തിനാ വെറുതെ പ്രശ്നം ഇത് എന്താ ഒരു ധൈര്യമില്ലല്ലോ. എവിടെ കിടക്കണ്ടേ? വലിയൊരു പ്രശ്നമുണ്ട്. എന്തൊക്കെയാണോ എവിടെ ഷോപ്പിന്റെ മേലെ മേഡം എടുക്കുന്നേ അല്ലേ? മാഡം ഓഫീസർ അല്ലേ? ആർമി ഓഫീസർ അല്ലേ? എടാ ഒരാളൊന്ന് എടാ അപ്പാപ്പ ഒന്ന് പോയി എടാപ്പാപ്പ നിങ്ങള് എനിക്കൊന്ന് ടോയ്ലറ്റ് പോണായിരുന്നു. ഇല്ല കുഴപ്പമില്ല എടുത്തിട്ട് ഇപ്പൊ എടുത്തിട്ട് പോ. ഒരു ഉറുമ്പ് അടിക്കുന്ന വേനയാണ് ഇപ്പൊ കഴിയും. 2 സെക്കൻഡ് കൊണ്ട് കിടക്ക ഓക്കെ അല്ലേ? ഈസി. തിരിഞ്ഞടക്കണോ കമ്മന്ന് നടക്കണോ എങ്ങനെ നടക്കണം? നിന്റെ പിന്നിലല്ലേ ചന്തി, നേരെ അടക്കാൻ പറ്റത്തില്ലല്ലോ. ചന്ദ്രു ഇത് ട്രെൻഡൊന്നും അല്ല കുത്താൻ പോകുന്നത്. അവര് ബാക്കിയുള്ള ഡോക്ടേഴ്സ് മേളിൽ 3 റൂമിലേക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരോടായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂടെ വരാം. എല്ലാരും ഞാൻ മേലോട്ട് പോവാ. ജോക്കി മാസ്റ്റർ തന്നെ എടുത്താ എടുത്തില്ല. ചോര വരുന്ന സൂചി ചന്ദ്ര അപ്പൊ നിങ്ങളും സൂചി പേടിയാണോ? ഇങ്ങൊന്ന് അത് തന്നെ അകത്ത് 2 ക്ലിപ്പ് കണ്ട് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇതിന്റെ ഇത് സാധനം തന്നെ ഇത് ആന്റിഡോട്ട് ഉണ്ടോ? ഇതിന്റെ ആന്റിഡോട്ടെല്ലാം ഉണ്ടാവോ?
ഇതാ തന്നെ കറക്റ്റ് അത് തന്നെ പോയി. ഇതിനിപ്പോ എന്ത് അണ്ണുവിന്റെ തലവാളം പിടിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ നമ്മളത് മൊത്തത്തിൽ കളയാനായിരുന്നു കേട്ടോ അത്. ഇത് ഇതാ തന്നെ. വിളിച്ചില്ലേ? ഇല്ല അണ്ണ അത് എടുക്കാനുള്ള ഷോക്കാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കും. ഞാൻ എടുക്കത്തില്ല. അല്ലല്ല നമ്മളെ ഇല്ലത്തെ കാരണവര് പറയുമ്പോഴത്തേക്കും നമ്മൾ കാരണവർക്കെങ്കിലും സാമാന്യം ഇരിക്കട്ടെ. നിന്റെയോ പോയില്ലേ? വന്ന ഇഞ്ചക്ഷൻ എടുത്ത സാധനം ചുരുങ്ങി പോകുന്ന പറയുന്നത്. നീ 2 ദിവസം എടുത്തില്ലേ? ഇവനെ പേടിക്കല, സാധനത്തോട് ചുരുക്കൊന്നും പേടിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ. നീ സേഫ് ആടാ, നീ സേഫ് I am ആണ്. all right. ഇല്ല, ഞാൻ all right ആണ്. I am perfectly all right. ഇല്ല, ഞാൻ all right. പതുക്കെ ഇതെന്തിനാ ഇവിടെ? നടക്കാൻ വയ്യായിട്ടാണ് അപ്പൊ അപ്പാപ്പനെ എടുത്ത് വെച്ച് ഡേയ് എന്തിനാ അപ്പാപ്പനെ? ഡേയ് സൂചി വേണ്ടി അതുകൊണ്ട് വേണം സഹായിക്കുന്നേ. അങ്ങോട്ട് കിടന്നു കിടന്നു അയ്യോ സാർ എടുത്തു ഇങ്ങനെ എടുത്തു. ഇങ്ങനെ പായസം കാലത്ത് ഇങ്ങനെ കഴ കണ്ട ആ പെണ്ണ് തന്നെ എടുക്കണമെന്ന്. അതെ, ഇങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചിട്ടെ ദൂരേന്ന് സൂചി എറിഞ്ഞു പിടിപ്പിക്കണം ചന്തയില്. അവിടെ ഇരുന്ന് ആടണം ഇങ്ങനെ ഒരു 3 സെക്കൻഡ്. ആ പെണ്ണ് തന്നെ എടുക്കണത് ഇമോഷണൽ സപ്പോർട്ട് ആയിട്ട്. ആമൻ കാമക്കുതിര. വാക്സിൻ എടുത്തില്ലല്ലോ നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഡോക്ടർ. ഞാൻ എടുത്തു ഓൾറെഡി എടുത്തു. ഞാൻ വേറെ റൂം എടുത്തു. ഇല്ല സാറേ ഞാൻ പറയട്ടെ. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ല ഇത്രയും ഈ കുടുംബത്തിനെ നോക്കി നടത്തുന്ന എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇവിടെ ഇരിക്കാം, ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് കുത്തു. ഇങ്ങോട്ട് നമുക്ക് തറയെ കടത്തുന്ന പറഞ്ഞാൽ മോശല്ലേ? വേണ്ട, കുനിഞ്ഞങ്ങോട്ട് നീക്കിയാ മുണ്ട കൂരിയാ പോലെ എന്നാ ഉത്ത്. എന്നാ പറ്റില്ല, ഡോക്ടറെ വിളിക്കട്ടെ, വെറുതെ പോരുത്. കിടക്കുന്ന ഏതായിരുന്നു ജോഗി? ഞാൻ ഒന്ന് നോക്കിയേക്കെ, ഞാൻ ഇപ്പൊ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ സൺബാത്ത്. സൺബാത്തോ? സൺബാത്ത് അല്ലെങ്കിൽ സ്ലീപ്പ്. മറ്റേ വാസു മറക്കല്ലേ, ഇവിടെ തന്നെ നിക്കണേ. ഇല്ലല്ല അതേ അല്ല അതിന് ക്ലാരിറ്റി വേണം, അതിനൊരു ക്ലാരിറ്റി വേണം. പാന്റും കൂടെ അഴിക്കാനുണ്ട്. ആ പാന്റും കൂടെ അഴിച്ചിട്ട് അങ്ങോട്ട് കിടക്ക. എന്താണ് ഒന്നും കൂടെ പറയാം. എന്താരം സൺബാത്ത് അല്ലെങ്കിൽ സ്ലീപ്പ്, ബം സ്ലീപ്പ് അല്ലെ സൺബാത്ത് അല്ലെ ലേ ഡൗൺ പറയുന്നുണ്ട്. പാന്റ് ഊരി എന്നാലേ ജെട്ടി വരത്തുള്ളൂ. ഇതാവുമ്പോ കറക്റ്റ് ആയിട്ട് ഒന്ന് എടുക്കുകയോ. ആദ്യം പാന്റ് ഊരണ. ഒന്ന് പാന്റ് ഊരിയിട്ടൊന്ന് കിടക്കന്റെ പൊന്ന് വാസു, ഒന്ന് എടുത്തിട്ട് പോട്ടെ വരെ. ചൊറിഞ്ഞോണ്ട് കിടക്കണേ. അത് പിന്നെ മഴയില്ലയോ, വെള്ളം വീഴുമ്പോ ഒരു കുത്തല്. മറ്റേത് മറക്കല്ലോ കേട്ടോ. ഇതൊന്ന് എടുത്തിട്ട് പോട്ടെ. ഇവ എങ്ങനെങ്ങാനും ഡെലിവറി ചെയ്ത് എത്ര നേരമായിട്ട് കിടക്കുമോ സത്യം. നമ്മളെ നമ്മുടെ മുന്നിൽ കിടക്കാനേ ഇന്നലെ രാത്രി മൊത്തം അഡ്മിന്റെ അടുത്തായിട്ടേ കുട്ടി കുറച്ച് വലുതായി. സാർ ഓക്കെ അല്ലേ സാർ? പേർക്കെടുത്തേക്ക് ആദ്യ ഒരാള് എടുത്താണ്. ഒരാള് ആദ്യ ഒരാള് അല്ലെ മാറിപ്പോ. ഒരാൾക്ക് കിട്ടുവേ. എന്റെ പൊന്നു സാറേ ഒന്ന് കുത്തു പെട്ടെന്ന്. ഇതിനി പിന്നെ കിടക്കാൻ പറയരുത്. കിടക്കാൻ പറയില്ല. ആദ്യം എടുക്കുന്ന ആള് വന്നു. നല്ല വേദനയുണ്ട്. അതല്ലേ അറിയാവോ വാസുവിനെ? മേഡത്തിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഇഞ്ചക്ഷൻ മൊത്തം വാങ്ങിയത്. അറിയാവോ? എന്റെ ത്യാഗം മനസ്സിലാക്കണം വാസു. എന്നിട്ട് കിട്ടിയാ? കിട്ടി. മാഡം ഡ്യൂട്ടി ടൈം എന്നല്ലേ? അല്ലല്ല ഇല്ല ചുമ്മാ പേരിട്ടേക്കണേ. റേഡിയോയിൽ എന്താ വാസുവിന്റെ പേര്? ടിൽ യങ് അപ്പു. അയ്യോ അതാരത്? കാമക്കുതിര. കിടക്കുന്നുണ്ട് എടുത്തെടുത്ത്. വാസുവിന്റെ ഇരട്ട ചക്കര. അപ്പൊ രണ്ടെണ്ണം എടുക്കണേ. വാസുവിന് അപ്പൊ മറ്റേ ചക്കര എന്താ ചെയ്യും? ഒന്ന് മാറ്റിക്കോ. റിലാക്സ് ആയിട്ട് ഇരിക്കണേ. ഒരു 10 സെക്കൻഡ് മയക്കം ഉണ്ടാവും. അതത് സന്ധിയില് മസിൽ പിടിക്കരുത്, മനസ്സിലായോ? റിലാക്സ് ആയിട്ട്
എനങ്ങാൻ പറ്റത്തില്ല എനങ്ങാൻ പറ്റത്തില്ല ഞാനും മിണ്ടാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല. നമ്മള് കുറച്ച് റിലാക്സ് ചെയ്യണം. നമ്മൾ ഈ വാക്സിൻ അടിച്ച് നമ്മളെ എല്ലാ വെയിനിലൂടെയും പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീരീഡ് ക്രൂഷ്യൽ പീരീഡ് ആണ്. ഇതനുസരിച്ച് എന്തെങ്കിലും സൈഡ് എഫക്ട് വല്ലതും എന്തെങ്കിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അറിയാലോ. സർ ജോക്കർ സർ ഓൾ ഓക്കെ അല്ലേ? ചന്തി കോച്ച് സാർ സാർ ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളു. കഴിഞ്ഞു. നന്ദിയുണ്ട്. വാസു ബാ. രാഘവൻ സാർ കോച്ചിന് കുത്തിയില്ലല്ലോ. വാ. ആ